ഹലോ മൈ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കമലേശ്വരത്ത് വെച്ച് ഞങ്ങളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് പൊങ്കാല, അത് ബ്ലോക്ക് കാരണം അവിടെ വണ്ടിയൊന്നും വിടുന്നില്ല എന്നറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോഴും അവിടെ ചുടുകല്ലൊക്കെ വെച്ച് അവർ കല്ലൊക്കെ വെച്ച് ഇങ്ങനെ പൊങ്കാല ഇടാൻ തയ്യാറാക്കി. 10-15 ആകുമ്പം പൊങ്കാല തുടങ്ങും, അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത്. അങ്ങനെ പൊങ്കാലിടാൻ തയ്യാറായിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അവരെന്തോ ഇലയിലൊക്കെ കുഴച്ച് മാവും കരിപ്പട്ടിയൊക്കെ ഇട്ടൊക്കെ കുഴച്ചുണ്ടാക്കുന്നു. പിന്നെ ഇവർക്ക് ഫുഡ് സംഭാവന ആരോ നൽകി. അങ്ങനെ കുറേ ഇടത്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരിടത്ത് ഞാൻ കണ്ടത് ബിരിയാണിയും നമ്മുടെ സാലഡും, വേറൊരിടത്ത് ഇഡ്ഡലി സാമ്പാറും വിത്ത് വട. അങ്ങനെ അവിടെ അങ്ങനെയൊക്കെ കൊടുത്തു ഗായ്സ്. അങ്ങനെ നിറയെ പേര് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും പൊങ്കാലയിടാൻ ഈ ട്രിവാൻഡ്രത്താണ് വന്നതെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഉണ്ടായിരുന്നു ഗായ്സ് ആൾക്കാർ, നിറയെ ആൾക്കാർ. എല്ലാവരും പരസ്പരം സഹായിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ നിൽക്കുന്നത് ഗായ്സ് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ അങ്ങനെ നടന്ന് ഈസ്റ്റ് ഫോർട്ട് ഏകദേശം എത്താറായി. അവരങ്ങനെ ഫുഡ് വാങ്ങിച്ച് കഴിക്കും എന്ന വിശ്വാസത്തോടെ നമ്മൾ നടക്കുന്നു. അങ്ങനെ നടന്നപ്പോഴാണ് അവിടെ ഒരു ആനയും വെച്ചിരിക്കുന്നത്. കാരണം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഗായ്സ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. എന്നിട്ട് അവിടെ നടന്നപ്പോൾ കുറേ വഴി കച്ചവടക്കാരെ കണ്ട്. ഇവരുടെ അടുത്തെല്ലാം സാധനങ്ങൾക്ക് നല്ല വില കുറവായിരുന്നു ഗായ്സ്. ഞങ്ങളങ്ങനെ നടന്നപ്പോൾ ഈ ബാഗിനൊക്കെ 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ലൈറ്റ് കത്തുന്ന സാധനം ഉണ്ടായിരുന്നു. അതെടുത്ത് ഞങ്ങൾ അമുക്കി കളിച്ച് ലൈറ്റൊക്കെ നോക്കി. എന്നിട്ട് അതിൽ കിടന്ന ഒരു റിങ് ഉണ്ട്, അതെടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ തലയിൽ വെച്ച് കൊടുത്ത് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അതിപ്പോൾ നിങ്ങൾ കാണുമല്ലോ. എന്നിട്ട് ഞങ്ങൾ കമ്മലിൽ പോയി. കമ്മൽ നോക്കിയപ്പോൾ വെറും 20-40 രൂപയേ ഉള്ളൂ. വേണ്ടവർ ഈസ്റ്റ് ഫോർട്ട് ബംഗാളിയിൽ നിന്ന് വാങ്ങുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് അമ്മച്ചി ഒരു മൈപ്പിലി വിറ്റിട്ടിരുന്നു. പിന്നെ നിറയെ സാധനങ്ങളുണ്ടായിരുന്നു ഗായ്സ്. വെറും തുച്ഛമായ പൈസയേ ഉള്ളൂ, അത്രയ്ക്കും അഫോർഡബിളാണ്, നമുക്ക് വാങ്ങാൻ പറ്റുന്നതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഓരോ കാഴ്ചകൾ കണ്ട് നടന്ന് അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഒരു ബാർബിയുടെ ഫോൺ പെട്ടത്. ഉടനെ അതെടുത്ത് ഞങ്ങൾ അമുക്കി. അതിൻ്റെ സൗണ്ട് അറിയാമല്ലോ ഗായ്സ്, അത് കേൾക്കാൻ വേണ്ടി അമുക്കി. എന്നിട്ട് അടുത്ത കടയിൽ പോയി അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി, വെറുതെ ഒരു എന്താ എൻജോയ്മെൻറ്റിന്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അമുക്കി കളിച്ച് ഓരോ കടയിലും കയറി വീഡിയോ എടുത്ത്. സ്ക്രഞ്ചിക്കൊക്കെ വെറും 10 രൂപയുള്ളൂ ഗായ്സ്. നമ്മൾ വേറെ സ്ഥലത്ത് പോയി 30-40 രൂപയൊക്കെ കൊടുത്ത് വാങ്ങണം. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം താണ്ടി അവിടെ നിന്ന് നടന്ന് വന്നപ്പം ബസ് മിസ്സായ കാര്യം പറഞ്ഞു. അങ്ങനെ ജയലക്ഷ്മി വരെ നടന്നപ്പോൾ നമുക്കൊരു നാരങ്ങ വെള്ളം കിട്ടി. അങ്ങനെ ഇത് തിരിച്ചു വരുന്നപ്പോഴുള്ള കാഴ്ചയാണ് ഗായ്സ്. തിരിച്ചു വരുമ്പോൾ അവിടെ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൊങ്കാലയുടെ വിശേഷങ്ങൾ അറിഞ്ഞല്ലോ.